ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ സ്വീറ്റ് ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു ഹോം ഡെക്കറാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു കാർഡ്ബോർഡ് ബോക്സും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്റ്റിക്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കാർഡ്ബോർഡ് പീസസ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് വാങ്ങിയതിൻ്റെ ബോക്സാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. കേക്ക് ബോർഡൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അത്യാവശ്യം കട്ടികൾ തന്നെ എടുക്കുക. എന്നിട്ട് നമ്മളത് ഈ ഒരു രീതിയിൽ വരച്ചെടുത്ത് കട്ട് ചെയ്യാണ്. ഒരു ഹൗസിൻ്റെ ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ചെരിയാതെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് അളവെടുത്തിരിക്കുന്നത്. താഴെ 11 സെൻറ്റിമീറ്റർ, മുകളിലേക്ക് 9 സെൻറ്റിമീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കറക്റ്റ് അതിൻ്റെ ഹാഫാണ് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഈ 2 പോയിന്റിലേക്ക് വരയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നമുക്കൊരു ഹൗസിൻ്റെ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്സിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കർവ് വരുന്ന ഭാഗം, അത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മുടെ ഫെവിക്കോൾ യൂസ് ചെയ്ത് നമുക്ക് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതേപോലെ തന്നെ ഐസ്ക്രീം സ്റ്റിക്സ് ഒട്ടിക്കണം. അപ്പോൾ അത് നമ്മൾ ആദ്യം എടുത്തതിനേക്കാളും ഇത്തിരി ഒരു വലിപ്പം കുറവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ വെച്ച് നോക്കുക, അപ്പം നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് അളവൊന്നും ഇതിന് പറയാനില്ല. അപ്പോൾ അതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കുന്നത് ബ്രൗൺ കളറാണ്. ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ ഒരു 2-3 തുള്ളി വെള്ളം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 2 കോട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അയച്ചു തന്നിട്ടുള്ള ക്രാഫ്റ്റ് പിക്ചേഴ്സും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ക്രാഫ്റ്റ് ഒക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതൊന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. ഇനി ഈ ഭാഗത്ത് നമ്മൾ വൈറ്റ് പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത്. കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കാം. അപ്പം നമ്മളിതൊരു വീട്ടിൽ വെക്കുന്ന അല്ലെങ്കിൽ റൂമിൽ വെക്കുന്ന ഒരു ബോർഡ് പോലെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മുടെ ഡോറും ഒക്കെ ഹാങ് ചെയ്തിടാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് എഴുതുന്നത്. അതും നമുക്ക് വേണമെങ്കിൽ മാർക്കർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ബ്രഷ് യൂസ് ചെയ്ത് എഴുതാം, സ്കെച്ച് പെൻ യൂസ് ചെയ്ത് എഴുതാം. ഏറ്റവും ഭംഗി നമ്മൾ ആക്രിലിക് പെയിൻ്റ് തന്നെ യൂസ് ചെയ്ത് എഴുതുന്നതായിരിക്കും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഹോം ഡെക്കർ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെയിൻ്റ് ഇല്ലെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്തും ചെയ്യാം കേട്ടോ. ഇതിന് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാം. നമ്മുടെ ഡോറിലോ അല്ലെങ്കിൽ കയറി വരുന്ന എൻട്രൻസിൽ ചുമരുമ്പോഴോ എവിടെയാണെന്ന് നമുക്ക് ഹാങ് ചെയ്തിടാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് പെയിൻറ്റ് ചെയ്തെടുത്ത കാരണം പെട്ടെന്ന് കളറൊന്നും മങ്ങി പോവില്ല, ആ ഒരു പേടി വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അയച്ചു തന്നിട്ടുള്ള ക്രാഫ്റ്റ് പിക്ചേഴ്സാണ്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ക്രാഫ്റ്റൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇനിയും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അയച്ചു തരാം കേട്ടോ. പിന്നൊന്നുമില്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.